ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്നത്തെ പരിപാടി വെച്ചാൽ ഇപ്പോൾ ഒരു ഏകദേശം ടൈം ഒരു 5 മണി ആയിക്കണ്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചായ കുടിച്ചാലുള്ള ടൈമാണ്. ചായക്ക് കാര്യമായിട്ട് കടിയൊന്നുമില്ല. എൻ്റെ മൈൻഡിലൊരു കടിയുണ്ട്. അപ്പോൾ ഓരോട് നമുക്കൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാം, എന്തേ നമുക്ക് കടി ഉണ്ടാക്കുക. ചായ കുടിച്ചാൽ നേരമായില്ലേ? ചായ കുടിച്ചാൽ നേരമായി, പക്ഷെ എന്താ കടി ഒന്നുമില്ല. എന്താ കടി ആണ്ടി? ബേക്കറി കൊടുന്ന ഒക്കെ തിന്നയച്ചു. ഇവിടെ ആള് കുട്ടികളില്ലോണ്ട് ഒക്കെ തിന്നു. ഞാനൊരു ഐഡിയ അറിയട്ടെ. എനി ഗേൾസ് നല്ല പൂളി നല്ല കാന്താരി അത് വേണ്ടേന്. പൂളല്ലല്ലോ അതിന്. അല്ല, ഈ നേരത്തെ പൂളിയും കാന്താരി ചമ്മന്തി ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടില്ലേ, അതുണ്ടാക്കാം. ഞാനൊന്ന് പറയട്ടെ, അരിമണി ചായ ഉണ്ടാക്കുക. അതിപ്പോ നടക്കുള്ളൂ. അരി ഇവിടെ ഉണ്ട്. തേങ്ങ ഉണ്ടോ? ഞാൻ ഉണ്ടാക്കുക. അത് പറ്റൂലേ? അപ്പൊ ഞങ്ങള് എന്താ തറവാട്ടായ ടൈമില് ഞങ്ങള് ഇടക്കിടക്ക് മഴയൊക്കെ പെയ്യുന്ന ടൈമില് ഞങ്ങൾ ഉണ്ടാക്കണ സാധനം അല്ലേ. നാളെ താത്താനോടിനാണ് ഞങ്ങൾക്ക് തുടക്കം അരിമണിയും ചായയും തരുന്നത്. അന്ന് മുതൽ ഞങ്ങൾക്ക് ആ ഇഷ്ടമുള്ള സാധനമാണ്. എല്ലാ ആൾക്കാരും ഉണ്ടാക്കി തരുമ്പോ നല്ല രസമാണ്. അവിടെ കൊയങ്ങി കയറിയിരുന്ന് എന്തേലൊക്കെ തിന്നാൻ കിട്ടും. അതാണ് പ്രത്യേകത. അരി എത്ര നായ? 3 അല്ല, ആവശ്യമറിയില്ല. അത് നായോ? കുറച്ച് മതി, അത് പെരുകി വരും. അത് പൊടിച്ചണ്ട, രസല്ല. തേങ്ങ ഇടാം. തുടങ്ങാം. ചേട്ടനിക്കോ ചെണ്ടട്ടെ മറന്നുപോയി. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കല് തുടങ്ങട്ടെ. തേങ്ങ പിടിച്ചു നിൽക്കണ്ട ആദ്യം. അപ്പൊ ഞങ്ങള് വല്ല ഓരോ സ്റ്റെപ്പായിട്ട് പരിപാടി തുടങ്ങട്ടെ. അങ്ങനെ നമ്മള് അരി ചട്ടിയൊക്കെ കേകി നല്ല വൃത്തിയാക്കി അരി ചട്ടിയൊക്കെ ഇട്ടിക്കണ. ഉമ്മ പറയില്ല, എത്രത്തോളം ഒന്നും അറിയില്ല. അപ്പൊ ഇവിടെ ഞമ്മളെ പണി എന്താ വെച്ചാല്, നമുക്ക് താത്ത ഇങ്ങനെ ഇല്ലോണ്ട് അനങ്ങാത്തോണ്ട് നമ്മക്കാണ് കട്ടിപ്പണിയൊക്കെ നമ്മക്കാണ്. തേങ്ങ ചരണ്ട അല്ലേ? തേങ്ങ ഉണ്ട്, നല്ല തേങ്ങ ഉണ്ട്. ഇത് ഫുള്ളുമാണ്. തേങ്ങ കൂടുന്തോറും അരിമണി ചായത്തിന്റെ രസം കൂടും. ഇച്ച് ചായ കുറച്ചും തേങ്ങ തോന്നി. എന്താ അങ്ങനെ കണക്ക്? മനത്തുന്നൊരു കണക്ക് കണ്ടോ? ഇവിടെ കണക്കൊക്കെ ഒരേ മാതിരിയാ. നമ്മളെ ഇളയമ്മമാര് പറഞ്ഞാ ഒരമ്മ പെറ്റ മക്കളെ പോലെ. ഇവിടുത്തെ ചെലവേണെങ്കിൽ ഉണ്ടല്ലോ, ഏറ്റവും പിരാന്തിലെ കാര്യമാണ് ഇവിടുത്തെ ചെലവാ. അതാ മുറിയായതിലെ ചൂട് ഓൾക്ക് അറിയാത്തോലുണ്ടാവും. അപ്പൊ വിന്ത് കഴിഞ്ഞ അരിമണി അരി കട്ടിയിട്ട് പറയാം. വറക്കട്ടെ ഞങ്ങളല്ലേ? ഒന്ന് വറക്കട്ടെ. വറവായിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം. വറവാണെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവും. ഇത് കാരണം വേഗണ്ടേ, പീടിയിട്ട് അരിയാനായതുകൊണ്ട് വേഗമുണ്ടല്ലേ. അങ്ങനെ നമ്മള് തേങ്ങ ഇവിടെ ഏകദേശം ഒഴിക്കണേ. അപ്പൊ ഇനി തൊളിച്ചാനാട്ടോ. എന്താനാണ് അരി ഇവിടെ ആയോണ്ട് വെക്കണുള്ളൂ. എന്തെങ്കിലും ഇന്നത്തെ ട്രോളി അരി ആയോണ്ട് വെക്കണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു കളറ് മാറണം. ആ മാറുമ്പോ നിർത്തണം അല്ലേ, അല്ലെങ്കിൽ കരിഞ്ഞോ പിന്നെ തൊളിക്കിടാൻ പറ്റൂല. അമ്മ കാര്യമായിട്ട് എടി ഞാൻ എടുക്കുക. അങ്ങനെ അതിന്റെ കളറ് ഒരു ചെറുങ്ങനെ മാറിയൊന്നുമില്ല അമ്മ. ഇനിയൊന്നും പാടുണ്ടായാല് അല്ലേ? ഇമ്മ ഇളക്കി നിന്നുമ്പോ കൊയങ്ങി അളക്കാണ്. അതിന്റെ തീ വെക്കോ? ഒന്നും പാടെ കളർ മാറിയിട്ട് കാട്ടിത്തരാം. പച്ചല്ലല്ലോ പിന്നെ പച്ചക്കറി ഒന്നുമല്ല, ഇതാണ്. അപ്പൊ ഉമ്മ നമുക്ക് ടേസ്റ്റിന് മാറി ഇട്ട് നിൽക്കണം. നിങ്ങൾ തിന്നാറന്നെ രസാലേ. ആദ്യമൊക്കെ നമ്മള് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇതാക്കിയേക്കൂലേ പാത്രത്തൊക്കെ. അപ്പൊ നമുക്ക് പാത്രം ഇട്ടുകൊടുക്കാം. അങ്ങനെ നമ്മള് അരിമണി വറുത്തത് പ്ലേറ്റൊക്കെ മാറ്റിട്ടോ. അപ്പം ഇങ്ങനത്തെ ചൂടാത്ത തേങ്ങ അവിടെ എടുത്ത് വെച്ചേക്കണ. അപ്പൊ എന്തമ്മ മോഡലോ എന്താ റെഡി ആയില്ലേ? നമുക്ക് തേങ്ങയും
ചായ ഉണ്ടാക്കിയിട്ട് അരിമണി വാണ്ടി ഇടുക, തേങ്ങ ഇടുക, കുറച്ച് പഞ്ചസാര മിക്സ് തിന്ന പരിപാടി കഴിഞ്ഞത് ചൂടാറാൻ നിക്കാണ്. ഇപ്പൊ അവിടെ എക്സസൈസ് ചെയ്യാണ് ഉമ്മ. പന ചെയ്യിച്ചാണ് ഇപ്പൊ ചെയ്യല്ലോ ഉമ്മ ചെയ്യിപ്പിച്ചാണ്. മടിയാണ്. പല അസുഖത്തിന്റെ ലക്ഷണം ഒന്നാമതാണ് അങ്ങനെ ചെയ്യാൻ വയ്ക്കൂല സാവകാശം. അപ്പൊ നമ്മളിങ്ങനെ ചെയ്തു കൊടുത്താലേ അതിങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് പോയോക്കാം. ഇതാണ് നമ്മളെ ഉപ്പാന്റെ എക്സസൈസ്. പുതിയ മോഡലാണ്. ഒന്നേ നേരെ നിക്കിപ്പോ പിന്നെ രണ്ടേ മൂന്നേ എത്ര എണ്ണ? 20 എണ്ണോ? 5 സെലക്ട് നന്നായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തേങ്ങ ഇവിടെ സെറ്റാക്കിയേക്കണേ. അപ്പൊ ഓള് ഫസ്റ്റ് ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ അരിമണി ഇട്ടുകൊണ്ട് നിൽക്കാണ്. മതി അരിമണി കുറച്ച് മതി. അപ്പൊ അരിമണി ഇടുകയാണ്. ഇനി തേങ്ങ കുറച്ചുള്ളൂ. വീണ്ടും അരിമണി മതി. രസത്തിന്റെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാനാണ്. ചിലപ്പോൾ തിന്നൂല കേട്ടോ. ചിലതൊക്കെ ഓരോ കമ്മട്ടാണ് ഈ ടൈം ആയതുകൊണ്ട്. ഒക്കെ കണ്ട് അതുണ്ടോ? രസമുണ്ടോ? ഇച്ച പാൽച്ചായ തൂല. ഞാൻ കട്ടൻ ചായയിലുണ്ടാകട്ടെ. പാൽച്ചായ ഇഷ്ടല്ല. ഒന്നൂടെന്നാ എന്തേലൊക്കെ അല്ലേ തിന്നുള്ളൂ. ഒക്കെ അന്തിക്ക് ചോറ് വേണ്ട, രാവിലെ ചായയും കടിയും വേണ്ട. കട്ടൻ ചായ അല്ലേ ഒക്കെ പാൽച്ചായ മതി എന്നിട്ട് വരുമോ? സുല്ലേ പാൽച്ചായ എന്താ പാൽച്ചായയും പറഞ്ഞ് പഞ്ചസാര ചായയില് മധുരം ഇല്ലെങ്കിൽ നമുക്ക് ഇട്ടോക്കാം. ഇല്ലെങ്കിൽ ഇട്ടോക്കാം. ഓള് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. എന്നിട്ട് ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കാം. തിന്ന ഇതാണ് ഫൈനൽ ലുക്ക്. വാൻഡോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യല്ലേ. നല്ല ടേസ്റ്റേക്കാണ് കേട്ടോ. എന്തുമാ നല്ല സൂപ്പറേക്കാണ്. നല്ല രസാണ്. നല്ല രസാണോ? ഇനി ഇത് പൊടിച്ചുകാണ്ട് തേങ്ങയും ശർക്കര ഇട്ട് അങ്ങനെ തിന്നും. ഞങ്ങൾ ഇങ്ങനെയാണ് മെയിൻ ആയിട്ട് തിന്നല്. മിക്സിയിലിട്ട് പൊടിച്ചാ ചായക്കടി സ്കൂളിലൊക്കെ പൈച്ചു വരുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക അല്ലേ. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊന്നും പറ്റൂല. അതല്ലോ. അപ്പൊ ഞാൻ ഇവിടെ കട്ടൻ ചായയിൽ ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഞാൻ കുടിച്ചട്ടെ. ഇവിടെ പറന്നോട് പോലില്ല. നല്ല രസമുണ്ട്. അറിയാമോ ഉമ്മാന്റെ ഏതമ്മ? ഉമ്മാക്ക് ഷുഗർ ഉണ്ടായതുകൊണ്ട് മധുരം ഉണ്ടാവൂല. ഇതിൽ മധുരം ഇട്ടിക്കണേ ഇല്ല. കുറച്ച് തോനെ മധുരം ഇടണം. അപ്പൊ ഒന്നുകൂടി ടേസ്റ്റ് ആണത്. ഷുഗർ ഇല്ലോലെ കുറച്ചിടുക. ഷുഗർ ഇല്ലാതെ തീരെ ഇടണ്ട. ഞാനൊന്നും തീരെ ഇടില്ല. ഉപ്പാന്റെ എക്സ്പ്രഷൻ നോക്കാം നമുക്ക്. നമ്മളത് ഉണ്ടാക്കിക്കണ് തേങ്ങയൊക്കെ ഇട്ടേക്കണ്. എങ്ങനെയുണ്ടാടിയാക്ക? രസമുണ്ടോ? ഷെബീക്ക് എങ്ങനെയുണ്ട്? ജീക്ക് നോക്കേ. ഒപ്പൊ കളി കഴിഞ്ഞപ്പോ ആക്റ്റീവ് അല്ല അറിയണ്ട് കേട്ടോ. ആളെയാക്കിയൊക്കെ ഉസാറായിക്കണ്. ഇതെന്നെ ഉള്ളു ഉസാറാണ്. ആളെയാക്ക കൂടുതൽ പഞ്ചാരന്റെ ആളാ. ആളെയാക്കാക്ക് പഞ്ചാരന്റെ മാണെന്നാണ്. ഞാൻ ഇപ്പൊ വരും. അപ്പൊ വൈഫ് ഹൗസിലാണ്. ആളെയാക്ക മറ്റേ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ പോയി ഇംഗ്ലീഷൊക്കെ പഠിച്ചു. ഇനി എന്താ പരിപാടി? ഷെബീക്ക് എങ്ങോട്ടേലും പോകണ്ടോ? അങ്ങാടിക്കോ? ആളെയാക്കാക്ക് ഞാൻ പരിപാടി അങ്ങാടി പോയി കുത്തിരിക്കാം. പെണ്ണുങ്ങൾ ഇവിടെ ആയതുകൊണ്ട് അങ്ങാടിക്ക് പോവല്ലേ. അപ്പൊ ഇന്നത്തെ അരിമണി
ചായന്റെ വ്ളോഗ് എത്രയാണ് അപ്പൊ നമുക്ക് വീഡിയോ വൈകുന്നേരല്ലേ ചെറിയൊരു വ്ളോഗാണ്. ഇവിടെ അളയാക്കി ഇരിക്കുന്നുണ്ട് അളയാക്ക നല്ല തീറ്റയിലാണ് അപ്പം ഇന്നത്തെ വീഡിയോ വൈകുന്നേരപ്പാക്കാണ് അപ്പൊ ഞാൻ കാണാം അരിമണി വരെ അസ്സലാമു അലൈക്കും